സബ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനൊരു പൊസിഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ മോർണിംഗിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് കുറേ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് എന്താ 5 മിനിറ്റിൽ കാണിച്ചു തരാം. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഇവിടെ ബ്രേക്ക് ചെയ്ത് കുറേ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. തിരിച്ച് മോൾക്കൊരു മൂവ് ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. എത്ര വലിയ മൂവ് ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ ഈ 2.6 വരെ ആണ് ടാർഗറ്റ് വെക്കുന്നത്. ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടുമ്പോൾ എത്തുമ്പോൾ എന്തായാലും 2.6 ടച്ച് ആവും. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആവാനായിട്ട്. അപ്പോൾ എനിക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് 304 25 പോയിൻ്റ് SL ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഇപ്പോൾ ഇതിലൊരു 500-400 റേഞ്ചിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ബി ടി എസ് ടി എടുത്തത് നിഫ്റ്റി കുറച്ച് ലോസിൽ ഞാൻ കട്ട് ചെയ്തു, കാരണം നല്ല ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. പിന്നെ അതുപോലെ ബാങ്ക് നിഫ്റ്റി കുഴപ്പമില്ലാത്തൊരു ഫോളോ വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. മൂവ് വരുന്നുണ്ട്. ഓക്കെ, ഷോർട്ട് കവറിങ് ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 2-3 ക്യാൻഡിൽ തന്നെ നമ്മളെ ടാർഗറ്റ് കിട്ടും. ഓക്കെ, പോകുന്നുണ്ട്. എന്തോ ഒരു മടിയുണ്ട് പോവാൻ. ഇന്നലത്തെ പോലെ മുകളിലത്തെ ആൾക്കാർ SL എല്ലാം കുറച്ചടിച്ചിട്ട് ഷോർട്ട് കവറിങ് ഇല്ലാത്ത രീതിയിൽ താഴത്തേക്ക് വന്ന പണി പാളും. വരുമായിരിക്കും. ഇത് നല്ലൊരു മൊമെൻറ്റത്തിലാണ് പോകണം. ഇപ്പം ഉണ്ടോ, കുറച്ചും കൂടെ ഉള്ളൂ. നമ്മുടെ ടാർഗറ്റ് എത്താൻ വേണ്ടി കുറച്ചും കൂടെ ഉള്ളൂ. നിഫ്റ്റിയിൽ ഓൾറെഡി VWAPൽ എത്തിയല്ലേ. ബാങ്ക് നിഫ്റ്റി VWAP ക്രോസ് ചെയ്തു. ഓക്കെ, താഴെ വരുന്നുണ്ട്. കുറച്ച് റാൻഡമായിട്ട് ബൈ ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് താഴത്തേക്ക് വന്നുകൂടായികയല്ല. അല്ല, മൊമെൻ്റം ഉണ്ട്. ഇത് കിട്ടുമായിരിക്കും. ഞാൻ എന്തായാലും ഒരു ലോട്ടും കൂടി ആഡ് ചെയ്യട്ടെ, 2 ലോട്ടും കൂടി ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ ഒറ്റൊരു മൂവ്മെൻറ്റത്തിലൊരു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ് ആവും. രണ്ട് ക്വാണ്ടിറ്റിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്.
നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. നിഫ്റ്റി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി പോകുന്നില്ല. ഓ സി മുഴുവനായിട്ട് താഴത്തോട്ട് വന്നു. ഇതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മൊമെൻ്റ് അല്ലാത്ത പോക്കാണ്. ചെറിയ മൊമെൻ്റേ ഉള്ളൂ. ഒരു ഷോർട്ട് കവറിംഗ് ഒക്കെ വരുമ്പോൾ മുഴുവനായിട്ട് മുകളിലേക്ക് പോകുന്ന പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടാണ് പോകുന്നത്. നോക്കട്ടെ.
ഞാനൊരു 337 SL വെച്ചിട്ടുണ്ട്. മോൾക്ക് 337 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 337 ഞാൻ SL വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ ഇന്ന് ഫുൾ കളിപ്പിക്കലാണെന്ന് തോന്നുന്നുണ്ട്. ഒരു മൊമെൻ്റ് കൊണ്ട് വരുന്നില്ല. ഇങ്ങനെ എല്ലാത്തും ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു കേട്ടോ. 337 ഞാൻ എക്സിറ്റ് ചെയ്തു. കേട്ടോ ഫുള്ളായിട്ട് താഴത്തേക്ക് ഇന്നലത്തെ BTST നിഫ്റ്റിയിലൊരു 1800 സംതിങ് മൈനസ്, ഒരു 1200 ഇത് ബാങ്ക് നിഫ്റ്റി, ഇതിൽ 2700, ടോട്ടൽ ഒരു 2118 പ്രോഫിറ്റ്. ഓക്കെ, GG ബോയ്സ്. ഇതുണ്ടോ പിന്നെ തിരിച്ചു വന്നതുണ്ടോ. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഞാനിത് ആദ്യം മുതൽ ഇരുന്ന് ഇതെല്ലാം വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. എനിക്ക് ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ പോവാണ് ഗൈസ്. GG. ഹലോ ഗൈസ്, അപ്ഡേറ്റ് ഉണ്ട്. ഇന്നലത്തെ പോലത്തെ അപ്ഡേറ്റ് അല്ല, ഇന്ന് നല്ല അപ്ഡേറ്റാണ്. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത പോലെ പക്ക ട്രാപ്പ് ഇങ്ങുണ്ടോ. ഈ ലോന്ന ആൾക്കാരെ ട്രാപ്പ് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു മൊമെൻ്റം ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ ആയിരുന്നു. അത് വന്നില്ല. ഇവരിവിടെ കുറച്ച് നേരം കൂടി സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്കങ്ങ് പോയി. ഇന്നലത്തെ കംപ്ലീറ്റ് ലോസ് റിക്കവർ ആവേണ്ട ടൈപ്പ് ഒരു ട്രേഡായിരുന്നു ഇത്. പക്ഷേ എൻ്റെ എന്താ പറയുക, ഇന്നലത്തെ ആ ഒരു ലോസോടെ എൻ്റെ മൊത്തം സൈക്കോളജി തിരിഞ്ഞു പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സെറ്റപ്പുമ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടതാണ്. കാരണം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റ് ലോ മാർക്ക് ചെയ്ത് കറക്റ്റ് ഈ മാക്സിമം ടാർഗറ്റ് വരെ ഇത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേണ്ട, ഇത് വരെ നോക്കാം. ഇവിടെ കിടന്നുണ്ടാക്കി ഈ ഒരു സ്വിങ് ആണെന്നുണ്ടെങ്കിലും 3 വരെ പോയിട്ടുണ്ട്. കറക്റ്റ് അതുവരെ പോയിട്ടാണ് ഈ മുകളിലുള്ള ആൾക്കാരെ SL എല്ലാം അടിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇത് തിരിച്ച് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫുൾ മൂവ് എടുക്കുന്നതിന് പകരം ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു വലിയ ക്യാൻഡിൽസ് ഇല്ല, 1 2 3 കുറച്ച് ക്യാൻഡിൽസ് ഞാൻ പിടിച്ചു. ഒരെണ്ണത്തിലൊരു 4000 സംതിങ്ങും ഒരെണ്ണത്തിൽ ഒരു 2000 സംതിങ്ങും പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ 7000. പക്ഷേ ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ പ്രീമിയം ചാർട്ട് ഉണ്ടോ. ഇവിടെ 337 ഞാൻ എക്സിറ്റ് ആയത്. 337 വെറും 30 പോയിൻറ്റ്സ് പിടിച്ചിട്ടാണ് ഞാൻ എക്സിറ്റ് ആയത്. ആ ട്രേഡ് ഞാൻ ചുമ്മാ ഹോൾഡ് ചെയ്യായിരുന്നെങ്കിൽ ഇതെന്താ 222 ഒക്കെയാണ് കിടക്കുന്നത് ഇവിടെ. ഇന്നലത്തെ കംപ്ലീറ്റ് ലോസ് റിക്കവർ ചെയ്യേണ്ട ഒരു ടൈപ്പ് ട്രേഡായിരുന്നു. പക്ഷേ യോഗ ലംബണി പായ അങ്ങോട്ട് മടക്കിയാളെയും പറഞ്ഞ അവസ്ഥയായിപ്പോയി. കുഴപ്പമില്ല, സൈക്കോളജി ഒന്നും കൂടി റെഡി ആവാനുണ്ട്. നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ അനാലിസിസിൻ്റെ പ്രശ്നമല്ല. ഈ സൈക്കോളജിക്കലി ഇന്നലത്തെ ആ ലോസ് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയതാണ്. അല്ലെങ്കിൽ ഇത് കിട്ടുമായിരുന്നു. ഫുള്ള് 222 ഒന്നും കിട്ടൂലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 150 എങ്കിലും കിട്ടുമായിരുന്നു. പോട്ടെ. അപ്പോൾ എന്തായാലും നേരത്തെ GG പറഞ്ഞതിനൊരു പവറില്ലാന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ശരിക്കൊരു GG ബോയ്സ്.